ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാൾ മുൻപ് ഞാൻ വിസിറ്റ് ചെയ്ത ഒരു സൂപ്പർ കാമായ സ്ഥലമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. നേച്ചർ ലവ് ചെയ്യുന്നവർക്ക് ഈ പ്ലേസ് എന്തായാലും ഇഷ്ടപ്പെടും. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് മാത്രമല്ല, ശരിക്കും അതൊരു പീസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. എവിടെ നോക്കിയാലും ഗ്രീനറി, വിവിധ തരത്തിലുള്ള ചെടികൾ, പൂക്കൾ, വലിയ മരങ്ങൾ, കുഞ്ഞു മരങ്ങൾ, നല്ല ക്ലീനായ വാക്കിംഗ് പാത്സ്, ഇഷ്ടം പോലെ ചെടികളുടെ തൈകൾ, പലതരം വിത്തുകൾ. നമുക്കൊരു ഗാർഡൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ടാവും. റഷൊന്നുമില്ലാതെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നി. ഒരു പ്ലാൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ചെടികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കും ചെടികളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നിങ്ങൾക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് മണ്ണ് വേണോ, ചെടി വേണോ, വളം വേണോ, അത് വെക്കാനുള്ള ചട്ടി വേണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അതേ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഈ വിസിറ്റ് ഒരു സ്ട്രെസ് ഫ്രീ ബ്രേക്ക് പോലെയാണ് തോന്നിയത്. ഞാൻ ഏർലി മോർണിംഗ്, അതായത് ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞ സമയത്താണ് അവിടെ എത്തിയത്. വെരി നൈസ് പ്ലേസ്. പിന്നെ അത് അധികം വെയിലൊന്നും ഇല്ലാത്ത സമയം കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം എൻജോയ് ചെയ്ത് എല്ലാം കാണാൻ പറ്റി. അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വീഡിയോയിലുടനീളം നമുക്ക് കാണാം. നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിൽ നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഈ വീഡിയോയിലോടുകൂടി കാണാം. നമുക്കപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവാം. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിംഗ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഉള്ളിലോട്ട് കയറി. ആദ്യം ഞങ്ങൾ ഈ കടലാസ് പൂക്കളുടെ സെക്ഷനിലോട്ടാണ് വന്നത്. പല നിറത്തിൽ, പല സൈസിൽ, ചെറുതും വലുതുമായിട്ടുള്ള പല ചട്ടികളിലായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിൽക്കാൻ വച്ചിരിക്കുന്നതാണ് കേട്ടോ. പല റേറ്റിൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ചെടി വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. നമ്മളിനി എന്നെ സംബന്ധിച്ച് നമ്മൾ പുറത്ത് ഏതൊരു നഴ്സറി പോയാലും നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ശേഷം ഇനി റോസയുടെ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അത് അടുത്ത ഒരു മാജിക്, ഒരു വണ്ടർ ലാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ചെടികൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു അതിശയമായിട്ട് തോന്നും. അത്രയേറെ വെറൈറ്റീസ് ഓഫ് റോസസ് അവിടെ ഉണ്ട്. നമ്മുടെ നോർമൽ റോസ് ഉണ്ട്, നല്ല അടുക്ക് വരുന്ന റോസ് ഉണ്ട്, വള്ളി റോസയുണ്ട്, പിന്നെ പല നിറം എന്ന് വെച്ചാൽ നമുക്കവിടെ കിട്ടാൻ പറ്റുന്ന എല്ലാ നിറവും നമുക്കവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കവിടെ കുറേ ആൻറ്റിമാരുണ്ടാവും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ആൻറ്റിമാരാവുന്ന ഒരു ആൻറ്റി നമ്മുടെ കൂടെ വരും. നമുക്ക് ആ ആൻറ്റിയുടെ കൂടെ പോയി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആൻറ്റി കാണിച്ചു തരും. നമുക്ക് ആൻറ്റിയുടെ കൂടെ പോയി ആൻറ്റി തന്നെ അതെല്ലാം എടുത്ത് നമുക്ക് ബില്ല് ചെയ്ത് തരും. അപ്പോൾ അവരും അത്ര നല്ല രീതിക്കാണ് നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് എന്താ വേണ്ടത് എന്ന് നോക്കി നമുക്ക് നമ്മുടെ സമയം എടുത്ത് നോക്കാം. അവരൊരു ധൃതിപ്പെടുത്തലോ ഒന്നുമില്ല. ഞാനൊരു 2-3 തവണ പോയപ്പോഴെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചിമാരല്ലെങ്കിൽ ആൻറ്റിമാരെന്ന് പറയുന്നത് അത്രയും നന്നായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അവരെന്തായാലും ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പോയത് വെയിൽ കുറഞ്ഞ സമയത്താണ്. ഞാൻ വെയിലുള്ള സമയത്തും പോയിട്ടുണ്ട്. ആ വെയിലത്ത് അവരൊരു തൊപ്പിയൊക്കെ ഇട്ട് അവിടെ നടന്ന് എല്ലാ സ്ഥലവും നമ്മളെ കൊണ്ടുപോയി എല്ലാ സാധനവും എടുത്ത് തന്ന് നമുക്ക് എന്തൊക്കെ വേണം, ഇനി ഇതെങ്ങനെ വളരും മോളെ, ഇതിട്ടാൽ മതി, ഇന്ന വളം വാങ്ങിയാൽ മതി എന്നുള്ള രീതിക്കുള്ള സജഷനും ഒക്കെ അവർ തരാറുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്നത് അവിടുത്തെ താമരയുടെ സെക്ഷനിലോട്ടാണ്. താമര അമ്പലമൊക്കെയുള്ള ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു സ്ഥലവും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു വഴിയും ഈ സൈഡിൽ ഈ പ്രാവുകളിരിക്കുന്നതും അതിനപ്പുറത്തൊരു ചെറിയ തോട് പോലൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പം നമുക്ക് വല്ലാത്തൊരു, അതായത് ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറി വരുമ്പോൾ ആ ഒരു സൈലൻസിന് വരെ നമുക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നമ്മൾ അത്രയും റഷായിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ കടന്നു പോകുന്നത്. ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, വീട്ടിൽ വരുന്നു. അതിനൊക്കെ മാറി ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് അത്രയും ഹാപ്പിനെസ് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശേഷം ഇങ്ങനെ നമ്മൾ അതുവഴി നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ ടാങ്കിൽ പല കളറിലുള്ള പല സൈസിലുള്ള താമരയും ആമ്പലും ഒക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും കുറച്ചുകൂടി നടന്നു പോകുമ്പോഴാണ് നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആമ്പലൊക്കെ കാണാൻ പറ്റുന്നത്. ഇതുപോലെ അവർ കുഞ്ഞു 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 പോട്ടിൽ പല കളറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൈ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്ത് തരിക ചെയ്യുക. നമുക്ക് ഇതോടെ തന്നെ കൊണ്ടുപോയി നമുക്കൊരു വലിയ ഒരു കണ്ടെയ്നർ, മറ്റേ ബേസിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി നമുക്ക് ചെളിയൊക്കെ മിക്സ് ചെയ്ത് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
താമര ആമ്പലിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ പോകുന്നത് പല വെറൈറ്റീസ് ഓഫ് ഫ്ലവറുള്ള സ്ഥലത്താണ്. നമുക്ക് ഏത് പൂ വേണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാം. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാ ചെടികളും അവിടെ തന്നെ ഉണ്ട്. നമ്മളൊന്ന് നോക്കി എടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ഗാർഡനിലോട്ട് നമ്മളെത്തും. അതിൻ്റെ ഒപ്പം തന്നെ അവർ വെറൈറ്റീസ് ഓഫ് ബോൺസായി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം, പല കളറിലെ കടലാസ് പൂക്കൾ ഇരിക്കുന്നുണ്ട്, അഡീനിയ ഇരിക്കുന്നുണ്ട്, ബോൺസായി പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നമുക്ക് വേറൊരു സെക്ഷനിൽ കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. പിന്നെയാണ് ഞാൻ പറഞ്ഞ ആ പോട്ട്സിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ചെടി നടണം എന്നുണ്ടോ, ഒരു ഗാർഡൻ തുടങ്ങണം എന്നുണ്ടോ, അവിടെ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പുറത്തൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് അവരുടെ ബോൺസായി ഗാർഡനാണ്. ഇവിടെയും പല രീതിയിൽ ഒരു ചെടി ബോൺസായി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ അത് വെക്കാനും വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോൾ ചെടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറേ പീസസ് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇപ്പം
അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിക്കാനാണ് പോയപ്പോൾ നൈസ് പ്ലേസ് എന്ന് തോന്നി. അത് ഓൾറെഡി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എടുത്ത് വെച്ചിട്ട് കുറച്ചായി, പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇത് അയച്ചു കൊടുക്കണം. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ സ്റ്റുഡൻസായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടോ പീസ്ഫുള്ളായി സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു പ്ലേസാണിത്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതിലധികം റഷുള്ള സമയത്തൊക്കെ പോകുന്നത് എത്രത്തോളം പീസ്ഫുള്ളായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അധികം വെയിലൊന്നും വരാത്തൊരു സമയത്ത് ചെടികളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ കൺകുളിർക്കെ കണ്ട് ആ ഒരു എയർ ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെങ്കിൽ ബെസ്റ്റ് പ്ലേസസ് ഫോർ യു ഗൈസ്. ഇത് ഭയങ്കരമായ ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും ഒന്നും തോന്നണമെന്നില്ല, പക്ഷേ സംവെയർ അതൊരു നല്ല പ്ലേസാണെന്ന് ഞാൻ പറയും. ആൻഡ് വിസിറ്റ് ചെയ്യാൻ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു സമയം നോക്കി പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, see you. Take care. All the best, guys. Bye.